ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 10th ലെവൽ എക്സാം എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി റിവിഷൻ ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ, GK കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സൊക്കെ അറിഞ്ഞു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് ഉപകാരമാകുകയെന്ന് അറിയില്ല. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ജൂൺ 9 ഏത് ചരക്ക് കപ്പലിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്? ജൂൺ 9 ഏത് ചരക്ക് കപ്പലിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്? MV വാൻഹായ് 509. MV വാൻഹായ് 509 509 എന്തുണ്ടായത്? പൊട്ടിത്തെറി ഉണ്ടായത്. 2025 മെയ് 24 വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പോയ അറബിക്കടലിൽ ചെരിഞ്ഞ ചരക്ക് കപ്പൽ ഏതാണ്? MSC എൽസ 3 മെയ് 24. അത് ജൂൺ 9. അത് MV വാൻഹായ് 509. ഇത് 2025 മെയ് 24 വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പോയ ചരക്ക് കപ്പലാണ് MSC എൽസ 3. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പുതിയ മേധാവി ആരാണ്? GP സിംഗ് ആണ് കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പുതിയ മേധാവി. ഇന്ത്യയിലെ ആദ്യ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ പേര് MT നിള എന്നാണ്. MT നിള എന്നാണ്. 2025 നടക്കുന്ന 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഏറ്റവും വേഗത്തിൽ 200 ടെസ്റ്റ് ക്രിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ ജൂൺ 9 പൊട്ടിത്തെറിയുണ്ടായ ചരക്ക് കപ്പലാണ് MV വാൻഹായ് 509. 2025 മെയ് 24 അറബിക്കടലിൽ ചരിഞ്ഞ ചരക്കു കപ്പലാണ് MSC എൽസ 3 എന്ന് പറയുന്നത്. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിൻ്റെ പുതിയ മേധാവിയാണ് GP സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ പേര് MT നിള എന്നാണ്. 2025 നടക്കുന്ന 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി തിരുവനന്തപുരമാണ്. ഏറ്റവും വേഗത്തിൽ 200 ടെസ്റ്റ് ക്രിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ പേസ് എന്ന റെക്കോർഡ് നേടുന്ന താരം ജസ്പ്രീത് ബുംറയാണ്. 2025 ജനുവരിയിൽ വിടവാങ്ങിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ നേതാവുമായ വ്യക്തിയാണ് KS മണിലാൽ. 2025 ജനുവരിയിൽ വിടവാങ്ങിയ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ നേതാവുമായ വ്യക്തി KS മണിലാലാണ്. ഹിമാനികളുടെ സംരക്ഷണ വർഷം എന്നറിയപ്പെടുന്നത് 2025 അന്താരാഷ്ട്ര സഹകരണ വർഷം 2025. സന്തോഷ് ട്രോഫി 2024-25 വിജയി ബംഗാളാണ്. സന്തോഷ് ട്രോഫി 2024-25 വിജയി ബംഗാൾ. നമുക്ക് കുറച്ച് സാമൂഹ്യക്ഷേമ പദ്ധതികൾ നോക്കാം. വിധവകളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായ പദ്ധതി, ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായ പദ്ധതിയാണിത്. 2018-19 നടപ്പിലാക്കി തുടങ്ങിയ പദ്ധതിയാണ്. പടവുകൾ എന്ന് പറയുന്നത് വിധവകളുടെ മക്കൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ പദ്ധതിയാണിത്. 2018-19 നടപ്പിലാക്കി തുടങ്ങിയവയാണ്. മാംഗല്യം പദ്ധതി, സാധുക്കളായ വിധവകൾക്ക്, അതുപോലെ വിവാഹമോചനം നേടിയവർ, നിയമപരമായി വിവാഹമോചനം നേടിയവർ. മാംഗല്യ പദ്ധതി സാധുക്കളായ വിധവകൾ, വിവാഹമോചനം നേടിയവർ എന്നിവർക്ക്, നിയമപരമായി വിവാഹമോചനം നേടിയവർ എന്നിവർക്ക് പുനർവിവാഹത്തിന് 25,000 രൂപ വരെ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത്. ഇതിൽ പരിഗണിക്കുന്നത് 18 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരെയാണ് പരിഗണിക്കുന്നത്. 2008 ഇത് നടപ്പിലാക്കി തുടങ്ങിയത്. അപ്പോൾ സാധുക്കളായ വിധവകൾ, വിവാഹമോചനം നേടിയവർ, നിയമപരമായി വിവാഹമോചനം നേടിയവർ എന്നിവർക്ക് പുനർവിവാഹത്തിന് 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാംഗല്യ പദ്ധതി. സഹായഹസ്തം പദ്ധതി, വിധവകൾ, വിവാഹമോചിതർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ എന്നിവർക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണത്. സഹായഹസ്തം ആർക്കൊക്കെ? വിധവകൾ, വിവാഹമോചിതരായവർ, ഭർത്താവ് ഉപേക്ഷിച്ചവർ എന്നിവർക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. പ്രത്യാശ 2017 കുടുംബശ്രീ മുഖാന്തരം സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് ദാരിദ്ര്യ ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സ്വയം തൊഴിൽ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി എന്ന് പറയുന്നത്. 4 സാമൂഹികക്ഷേമ പദ്ധതികളാണ് പറഞ്ഞത്. പടവുകൾ, മാംഗല്യ, സഹായഹസ്തം, പ്രത്യാശ. അതിൽ പടവുകൾ എന്ന് പറയുന്നത് വിധവകളായ, അതുപോലെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിനായുള്ള ധനസഹായ പദ്ധതിയാണ്. മാംഗല്യ പദ്ധതി നമുക്കറിയാം വിവാഹവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. വിധവകളും വിവാഹമോചിതരായവരും
അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മാംഗല്യത്തിന് വേണ്ടി, അതായത് വിവാഹത്തിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം പറഞ്ഞാൽ. ഇതുപോലെ വിധവകളോ വിവാഹമോചിതരോ ആയവർക്ക് സ്വയം തൊഴിൽ നൽകാനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി എന്ന് പറയുന്നത്. ദരിദ്ര ജനവിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കുടുംബശ്രീ മുഖാന്തരം സ്ത്രീ ശാക്തീകരണം, ദാരിദ്ര്യ നിർമ്മാണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് സ്വയം തൊഴിലിനായി അവസരമൊരുക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ പദ്ധതി എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നോക്കാം. സിലബസിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ ഞാൻ ഇപ്രാവശ്യം തരംതിരിച്ചിട്ടല്ല, മൊത്തത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂരാണ് കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ്. കണ്ണൂർ. കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം ഏതാണ്? ജനമൈത്രി സുരക്ഷയാണ് കേരള സർക്കാരിൻ്റെ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭം എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തലശ്ശേരിയിൽ നിന്നാണ്. അപ്പോൾ ആദ്യ പത്രം രാജ്യസമാചാരം, പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ്. ബംഗാൾ ഉൾക്കടൽ മൺസൂർ ശാഖയെ വലിയൊരു ഭാഗത്തെ ഇന്ത്യൻ ഭൂഖണ്ഡങ്ങളിലേക്ക് തിരിച്ചുവിടുന്ന മ്യാൻമർ തീരത്തെ മലനിരകൾ ഏതൊക്കെയാണ്? ആരക്കൻ കുന്നുകൾ. ശ്രദ്ധിച്ചു വെക്കുക, കാരണം ഇത് നമ്മൾ പെട്ടെന്ന് കേട്ടിട്ടുണ്ടാവില്ല. ബംഗാൾ ഉൾക്കടൽ മൺസൂൺ ശാഖയെ വലിയൊരു വിഭാഗത്തെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് തിരിച്ചുവിടുന്ന മ്യാൻമർ തീരത്തെ മലനിരകൾ ഏതാണ്? അരക്കൻ കുന്നുകളാണ്. മൗസിൻറം, ചിറാപുഞ്ചി എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഖാസി കുന്നുകളാണ്. അപ്പോൾ മൗസിൻറം, ചിറാപുഞ്ചി എവിടെയാണ്? ഖാസി കുന്നുകളിലാണ് മൗസിൻറവും ചിറാപുഞ്ചിയും എല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങുന്ന റഷ്യൻ നിർമ്മിത മിഗ് വിമാനത്തിന് പകരം ഇന്ത്യയിലെ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനം ഏതാണ്? തേജസ്. അതായത് ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് വിടവാങ്ങുന്ന റഷ്യൻ നിർമ്മിത മിഗ് വിമാനങ്ങൾക്ക് പകരം നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ഒരു വിമാനമാണ് അത് ഏറ്റെടുക്കുന്നത്. അതിന് പകരം നമ്മൾ ഏത് വിമാനമാണ്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് വിമാനമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് തേജസ് ആണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്ന് വിളിക്കപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമമാണ്. കൊണ്ടുവന്ന 57ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് മസ്തൂൺ കിസാൻ ശക്തി സംഘാതൻ എന്ന് പറയുന്നത്. അതിൻ്റെ നേതാവാണ് അരുണ റോയ്. വിവരാവകാശം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. 57ാമത്തെ രാജ്യമാണ്. അത് നിലവിൽ വരാൻ കാരണമായ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘാതനാണ്. നേതാവ് അരുണ റോയ് ആണ്. ഇതാദ്യമായി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് തമിഴ്നാടാണ് കേട്ടോ. ഇത് വന്നത് 2005-ലാണ്. പക്ഷെ അതിന് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ ഇത് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂറിലെ വലിയ ദിവാൻജി എന്ന ആദരപൂർവ്വം അറിയപ്പെട്ടിരുന്ന രാജാവല്ല, ദിവാനാണ് രാജാ കേശവദാസൻ. തിരുവിതാംകൂറിലെ വലിയ ദിവാൻജി എന്ന ആദരപൂർവ്വം അറിയപ്പെട്ടിരുന്ന ദിവാൻ രാജാ കേശവദാസനാണ്. തിരുവിതാംകൂറിൽ ദിവാനായി സേവനമനുഷ്ഠിച്ച ഏക മുസ്ലിമാണ് മുഹമ്മദ് ഹബീബുള്ള എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൽ ദിവാനായി സേവനമനുഷ്ഠിച്ച ഏക മുസ്ലിമാണ് മുഹമ്മദ് ഹബീബുള്ള. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന വിഭാവനം ചെയ്ത ദിവാനാണ് CP രാമസ്വാമി അയ്യർ. ഏത് കമ്പനിയുടെ കേസ് വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്? ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ആരംഭിച്ച ദിനപത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. എവിടെ ആരംഭിച്ചതാണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഗാന്ധിജിയെ വളരെയേറെ സ്വാധീനിച്ച ജോൺ റസ്കിൻ്റെ പുസ്തകമാണ് അൺ ടു ദി ലാസ്റ്റ്. ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം 1906 ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം എവിടെയായിരുന്നു? 1906 ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു. ഇന്ത്യയിലെ എന്ന് ചോദിച്ചാലാണ് നമ്മൾ 1917 ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് പറയേണ്ടത്. അപ്പോൾ ആദ്യത്തെ 1906 എവിടെ വെച്ചിട്ടാണ്? ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. ഇന്ത്യയിലെ ചോദിച്ചാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. അടിസ്ഥാന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് 1937 ഗാന്ധിജി രൂപം നൽകിയ പദ്ധതിയാണ് വാർധാ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഗാന്ധിയൻ യുഗം എന്നറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെയാണ്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും എന്ന് ഗാന്ധിജി ഏത് സമരപ്രഖ്യാപനത്തിലാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹത്തിലാണ്. 375 കിലോമീറ്ററാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ യാത്ര ചെയ്തത്. 78 അംഗങ്ങളായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. 1921
തിരുവിതാംകൂർ ചേരമാർ മഹാസഭ സ്ഥാപിച്ചത് പാമ്പാടി ജോൺ ജോസഫ് 1921 ഭൂപടങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാർട്ടോഗ്രാഫി എന്നാണ്. ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് രൂപം കൊണ്ടതാണ് കാർട്ടോഗ്രാഫി എന്ന പദം. അപ്പോൾ ഭൂപടങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് കാർട്ടോഗ്രാഫി. ഏറ്റവും പഴക്കമേറിയ ഭൂപടം ലഭിച്ചിട്ടുള്ളത് മെസപ്പൊട്ടോമിയയിൽ നിന്നാണ്. ഏറ്റവും പഴക്കമേറിയ ഭൂപടം ലഭിച്ചിട്ടുള്ളത് മെസപ്പൊട്ടോമിയയിൽ നിന്നാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. ഭൂപടത്തിൻ്റെ തോതുകൾ രേഖപ്പെടുത്താനുള്ള 3 രീതികളാണ് പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. അപ്പോൾ ഭൂപടത്തിൻ്റെ തോതുകൾ രേഖപ്പെടുത്താനുള്ള 3 രീതികൾ ഏതൊക്കെയാണ്? പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി എന്നിവയാണ്. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ ഭൗതിക ഭൂപടങ്ങൾ, സാംസ്കാരിക ഭൂപടങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങി പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് ഫിസിക്കൽ മാപ്പ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയവ അതുപോലെ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്നവയാണ് ഭൗതിക ഭൂപടം. അതായത് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത് കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെ തീമാറ്റിക് ഭൂപടങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്. ഭൂപടങ്ങളെക്കുറിച്ചുള്ള പഠനം കാർട്ടോഗ്രഫി ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് വന്നു. ഏറ്റവും പഴക്കമുള്ളത് ലഭിച്ചിട്ടുള്ളത് മെസപ്പൊട്ടാമിയയിൽ നിന്നാണ്. അതുപോലെ ഭൂപടത്തിൻ്റെ തോതുകൾ രേഖപ്പെടുത്തുന്ന 3 രീതിയാണ് പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഉള്ളടക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ ഭൗതിക ഭൂപടമെന്നും സാംസ്കാരിക ഭൂപടമെന്നും തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ ഭൗതിക ഭൂപടത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങി പ്രകൃതിദത്തമായ സവിശേഷതകളാണ്. സാംസ്കാരികത്തിൽ വരുന്നത് മനുഷ്യനിർമ്മിതമായ സവിശേഷതകളും രാഷ്ട്രീയ അതിർത്തികൾ, കൃഷി, വ്യവസായം എന്നിവയെല്ലാമാണ് സാംസ്കാരിക ഭൂപടത്തിൽ വരുന്നത്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളാണ് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭൗതിക ഭൂപടങ്ങൾക്ക് കുറച്ച് ഉദാഹരണം പറയാം. ജ്യോതിശാസ്ത്ര ഭൂപടം, ഭൂപ്രകൃതി ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം, കാലാവസ്ഥാ ഭൂപടം, നൈസർഗിക ഭൂപടം. നമ്മൾ പറഞ്ഞു പ്രകൃതിദത്തമായ ഭൂപടമാണെന്ന് പറഞ്ഞു അല്ലേ. സാംസ്കാരിക ഭൂപടത്തിലോ രാഷ്ട്രീയ ഭൂപടം, കാർഷിക ഭൂപടം, വ്യാവസായിക ഭൂപടം, സൈനിക ഭൂപടം, ചരിത്ര ഭൂപടം, മനുഷ്യനിർമ്മിതമായത്. ഓക്കെ. തോതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയ തോത് ഭൂപടം എന്നും വലിയ തോത് എന്നും തരംതിരിച്ചിരിക്കുന്നു പറഞ്ഞു. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞത് 2ആയി തരംതിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? വലിയ തോതും ചെറിയ തോതും. നമുക്ക് ആദ്യം ചെറുത് പറയാം. ചെറിയ തോത് ഭൂപടങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അറ്റ്ലസും ചുമർ ഭൂപടങ്ങളും. അപ്പോൾ നമ്മൾ പറയും ഈ അറ്റ്ലസിലൊക്കെ മൊത്തം ലോഗേ ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ അത് ചെറുതാവും എന്ന് പറയും. പക്ഷെ അത് വലിയ വശങ്ങളെ ചെറുതായിട്ട് മൊത്തം കാണിച്ചിരിക്കുകയാണ്. അതേത് വലിയ തോത് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തിട്ട് അതിൻ്റെ ഒരുവിധം എല്ലാ പ്രത്യേകതകളും പറയുന്നതിനെയാണ് വലിയ തോത് എന്ന് പറയാം. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ വലിയ തോത്, ചെറിയ തോത് അറ്റ്ലസ്, ചുമർ ഭൂപടങ്ങൾ എന്നിവ. വലിയ തോത് കണ്ടസ്ട്രൽ ഭൂപടം, ധരാതലീയ ഭൂപടത്തെയാണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് എന്ന് പറയുന്നത്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയ ഉൾപ്പെടുന്ന ഭൂസ്വത്തുകൾ, അതിരുകൾ, അതുപോലെ അതിൻ്റെ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഭൂപടങ്ങളാണ് കണ്ടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടസ്ട്രൽ ഭൂപടങ്ങൾ എന്തിനാണ്? ഭൂനികുതി കണക്കാക്കാനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഭൂപടമാണ് കണ്ടസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുക. പാടം, കെട്ടിടം തുടങ്ങിയവ ഭൂസ്വത്തുകളുമായി തുടങ്ങിയത്. ഓക്കെ. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഓക്കെ. ധരാതലീയ ഭൂപടങ്ങൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളും വളരെ കൃത്യമായി ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടങ്ങളാണത്. ഭൂപടത്തിൽ 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ എന്ന രീതിയാണ് പ്രസ്താവന രീതി. 1 സെൻറ്റിമീറ്ററിന് 5 കിലോമീറ്റർ. അതുപോലെ ഭൂപടത്തിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ തോത് രീതിയെയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. തോത് രീതിയാണത് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഭൂപടത്തിലെ മാറ്റത്തിന് അനുപാതികമായി തോത് മാറുന്ന രീതിയാണിത്
രേഖാരീതി. ഭൂപടത്തിലെ മാറ്റത്തിന് ആനുപാതികമായി തോത് മാറുന്ന രീതിയാണ് രേഖാരീതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിന്റെ ചുമതല വഹിക്കുന്ന ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അതിൻ്റെ ആസ്ഥാനം ഡെറാഡൂണിലാണ്. നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമാണ് പച്ച. അപ്പോൾ നൈസർഗിക സസ്യജാലങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറമാണ് പച്ച. കൃഷിയിടങ്ങൾ മഞ്ഞ, പാർപ്പിടങ്ങൾ റോഡ് ചുവപ്പ്, തീവണ്ടി പാതകൾ, അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ, ടെലിഫോൺ ലൈൻ കറുപ്പ്, പാറക്കൂട്ടങ്ങൾ, മൺകൂനകൾ, കുന്നുകൾ എന്നിവ തവിട്ട്. ഒന്നുകൂടെ പറയാം. നൈസർഗിക സസ്യജാലങ്ങൾ എന്താ വരിക? പച്ച. കൃഷിയിടങ്ങൾ മഞ്ഞ. നമുക്ക് ഈ നെല്ലൊക്കെ വന്നിട്ട് നമ്മൾ കൊയ്യാനാകുമ്പോഴത്തേന് അതിൻ്റെ കളർ ഒരുതരം മഞ്ഞ കളർ ലെവലാവില്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കൃഷിയിടങ്ങൾ മഞ്ഞ. പാർപ്പിടം റോഡ് ചുവപ്പ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചുവപ്പ് പെയിൻ്റ് അടിക്കുന്നു, അതുപോലെ റോഡിലൊക്കെ നമ്മൾ സിഗ്നൽ ലൈറ്റിൽ റെഡ് ഉണ്ടാവില്ലേ, അങ്ങനെ ഓർത്ത് വയ്ക്കുക. ചുവപ്പ്. തീവണ്ടിപ്പാത, അക്ഷാംശ രേഖ, രേഖാംശ രേഖ, ടെലിഫോൺ ലൈനുകൾ എന്നിവയെല്ലാം കറുപ്പ്. അത് നമുക്കറിയാം, കറുപ്പ് കളറിൽ ഇങ്ങനെ ലൈൻ ഇട്ടിരിക്കുകയെന്ന് ഓർത്ത് വയ്ക്കാം. പാറക്കൂട്ടങ്ങൾ, മൺകൂനകൾ, കുന്നുകൾ എന്നിവ തവിട്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ 1817 ഏപ്രിൽ 2 പൈഗ കലാപം നടന്ന സ്ഥലം ഒഡീഷയിലെ കോർദയാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ 1817 ഏപ്രിൽ 2 പൈഗ കലാപം നടന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. പൈഗ കലാപം ഒഡീഷ 1817. എപ്പോഴാണ്? 1817 ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ഗോത്രവർഗ കലാപം ഏതാണ്? പഹാരിയ കലാപമാണ്. അതിൻ്റെ നേതാവാണ് ബാബ തിലക് മാഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ഗോത്രവർഗ കലാപമാണ് പഹാരിയ കലാപം. റംപ കലാപം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ 1922 ആന്ധ്രാപ്രദേശിലാണ്. റംപ കലാപം നടന്നത് 1922 ആന്ധ്രാപ്രദേശിലാണ്. നീലം കർഷക കലാപം നടന്നത് 1859. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീലദർപ്പൺ എന്ന പുസ്തകമെല്ലാം രചിച്ചത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ഗോത്രവർഗ കലാപമാണ് പഹാരിയ കലാപം. നേതാവ് ബാബ തിലക് മാഞ്ചിയാണ്. റംപ കലാപം നടന്നത് ആന്ധ്രാപ്രദേശിലാണ് 1922. നീലം കർഷക കലാപം നടന്ന വർഷം 1859. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ നീലം കർഷക കലാപവുമായി ബന്ധപ്പെട്ടിട്ട് നീലദർപ്പൺ എന്ന പുസ്തകം എഴുതിയതിനൊക്കെ കുറിച്ചിട്ട്. അത് ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിലിടോ, നമുക്ക് നോക്കാം. കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് റൈറ്റ് വാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. തോമസ് മൺറോയാണ് ഇത് നടപ്പിലാക്കിയത്. കർഷകരിൽ നിന്ന് നേരിട്ട് ബ്രിട്ടീഷ് പിരിക്കുന്നത് റൈറ്റ് വാരി സമ്പ്രദായം. തോമസ് മൺറോ. ഗ്രാമത്തലവന്മാർ നികുതി പിരിച്ചെടുക്കുന്ന സമ്പ്രദായമാണ് മഹൽവാരി സമ്പ്രദായം എന്നറിയപ്പെടുന്നത്. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷെർഗിലാണ്. ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിൽ. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ലിട്ടൺ പ്രഭു. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു. പിൻവലിച്ചത് റിപ്പൺ പ്രഭു. ലിട്ടൺ റിപ്പൺ. അപ്പോൾ ആദ്യം നടപ്പിലാക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ അക്ഷരമാലയിൽ ആദ്യം വരുന്നത് എൽ അല്ലേ, അതിനുശേഷം എല്ലാവരും വരിക. അപ്പോൾ ആദ്യം ലിട്ടൺ നടപ്പിലാക്കി, റിപ്പൺ അത് പിൻവലിച്ചു. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവാരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം എന്നറിയപ്പെടുന്നത്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം, ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണിത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം എന്നറിയപ്പെടുന്നത്. അപ്പം മെഡുല ഒബ്ലോങ്ങേറ്റ എന്താണ് ചെയ്യുന്നത്? ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നിങ്ങനെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മെഡുല ഒബ്ലോങ്ങേറ്റ. ഐച്ഛിക പ്രവർത്തനം സെറിബ്രം,
അനൈച്ഛിക പ്രവർത്തനം മെഡുല്ല ഒബ്ലോങ്ങേറ്റയാണ്. സസ്യഭാഗങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഹരിതകമാണ്. നമ്മൾ പറഞ്ഞ അത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് വേറെ, അതുപോലെ ജന്തുകോശങ്ങളിൽ കാണപ്പെടുന്നത് വേറെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചില കോശങ്ങളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നതിൽ പെടുന്നതാണ് ഹരിതകം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് ഇലകളിലെ ആരാണ്? ഹരിതകങ്ങളാണ്. ഇലകളിലെ ഹരിതകങ്ങളാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. പ്രകാശ സംശ്ലേഷത്തിന്റെ ഇരുണ്ട ഘട്ടത്തെ പറയുന്ന പേരാണ് കാൽവിൻ ചക്രം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇരുണ്ട ഘട്ടത്തെ പറയുന്ന പേരെന്താണ്? കാൽവിൻ ചക്രം എന്നാണ്. കാൽവിൻ ചക്രം എന്നാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇരുണ്ട ഘട്ടത്തെ പറയുന്നത്. പല്ലിന്റെ ഉപരിതലത്തിലുള്ള നിർജീവമായേറിയതും കടുപ്പമേറിയതുമായ ഭാഗം ഏതാണ്? ഇനാമൽ. പല്ലിന്റെ ഉപരിതലത്തിലെ നിർജീവവും കടുപ്പമേറിയതുമായ ഭാഗമാണ് ഇനാമൽ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡെന്റലാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് സിമന്റം എന്ന് പറയപ്പെടുന്നത്. സിമന്റം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസാഗ്നി ഏതാണ്? സലൈവറി അമിലേസ് ആണ് ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസാഗ്നി. ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഉമിനീരിലെ രാസാഗ്നിയാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ആമാശയത്തിൽ നടക്കുന്ന ദഹന പ്രക്രിയകൾക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഘടകം ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന കോശമാണ് ഓക്സിൻറ്റിക് കോശം എന്ന് പറയുന്നത്. എന്താണ് ഓക്സിൻറ്റിക് കോശം എന്ന് പറയുന്നത്? ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാക്കുന്നതും ആഗിരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചിട്ടാണ്? ചെറുകുടലിൽ വെച്ചിട്ടാണ്. ചെറുകുടലിന്റെ ഭിത്തിയിൽ ആഗിരണ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടുള്ള സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലുള്ള ഭാഗങ്ങളെയാണ് വില്ലസുകൾ എന്ന് പറയപ്പെടുന്നത്. ഹീമോഗ്ലോബിൻ അളവ് പരിധിയിൽ കുറഞ്ഞാലുള്ള അവസ്ഥയാണ് അനീമിയ. ഹീമോഗ്ലോബിൻ്റെ അളവ് പരിധിയിലും കുറഞ്ഞാലുള്ള അവസ്ഥയെ പറയുന്ന പേരാണ് അനീമിയ എന്ന് പറയുന്നത്. രോഗാണുക്കൾക്കെതിരെ പ്രതിരോധ കോശങ്ങളെ സജ്ജമാക്കി വയ്ക്കാനുള്ള കൃത്രിമ മാർഗമാണ് പ്രതിരോധവൽക്കരണം, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് വാക്സിനുകൾ എന്ന് പറയാം അല്ലേ? വാക്സിനുകൾ. അതിൽ MMR എന്തിനൊക്കെ യൂസ് ചെയ്യണത്? മുണ്ടിനീര്, മീസിൽസ്, റുബല്ല. ഏതിനൊക്കെയാണ്? മുണ്ടിനീര്, മീസിൽസ്, റുബല്ല എന്നീ രോഗങ്ങൾക്കാണ് MMR യൂസ് ചെയ്യുന്നത്. അപ്പോൾ BCG എന്തിനാണ്? ക്ഷയരോഗം. BCG ക്ഷയരോഗത്തിനെതിരെയാണ്. TT എന്തിനാണ് എടുക്കുന്നത്? നമ്മൾ TT അടിക്കുന്നത് എന്തിനാണ്? ടെറ്റനസ് ബാധ ഉണ്ടാവാതിരിക്കാനാണ് TT അടിക്കുന്നത്. ഇനി നമ്മുടെ രക്തഗ്രൂപ്പുകളെ തന്നെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ വേർതിരിക്കുന്ന ഘടകം ഏതാണ്? RH ഘടകമാണ്. RH ഘടകത്തെ ആണ് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും വേർതിരിക്കുന്നത്. കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണ്? സൂക്രോസ് ആണ്. ഫ്രാക്ടോസ് കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണ്? പഴങ്ങളാണ്. കിഴങ്ങ് വർഗ്ഗത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകം ഏതാണ്? അന്നജം. പയറുവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പോഷകം പ്രോട്ടീനാണ്. ഇനി പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്ന ജൈവകണം ഏതാണ്? വർണ്ണകം. മഞ്ഞ നിറത്തിലുള്ള വർണ്ണകം ഏതാണ്? സാന്തോഫിൽ. മഞ്ഞ നിറത്തിലുള്ള വർണ്ണകം സാന്തോഫിൽ. കരോട്ടിൻ എന്ന വർണ്ണകത്തിന്റെ നിറം ഏതാണ്? കരോട്ടിൻ എന്താണ്? മഞ്ഞ കലർന്ന ഓറഞ്ചാണ്. അപ്പോൾ മഞ്ഞ നിറം സാന്തോഫിലും മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് കരോട്ടിനുള്ളത്. അപ്പോൾ ആന്തോസയാനിൻ ഏതാണ്? ചുവപ്പ്, പർപ്പിൾ നിറങ്ങളാണ് ആന്തോസയാനിൻ. ചുവപ്പ്, പർപ്പിൾ നിറങ്ങളാണ് ആന്തോസയാനിൻ. ഇനി നിറമില്ലാത്ത ജൈവകണം ഏതാണ്? നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം. നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം. നിറമില്ല. നമ്മളിത് ഈ അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കളിലും ശ്വേതം നമ്മൾ പറഞ്ഞപോലെ റെഡ് ബ്ലഡ് സെൽസും നമ്മൾ വൈറ്റ് ബ്ലഡ് സെൽസും പറഞ്ഞപ്പോഴല്ലേ നമ്മൾ ശ്വേതരക്താണു, അരുണരക്താണു എന്ന് പഠിച്ചത്. അപ്പോൾ ശ്വേതം കണം എന്ന് പറഞ്ഞാൽ നിറമില്ലാത്ത, ശ്വേതം എന്ന് പറഞ്ഞാൽ വെള്ള എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? മെലാനിൻ ആണ് അല്ലേ? ത്വക്കിന് നിറം നൽകുന്ന വർണ്ണകമാണ് മെലാനിൻ എന്ന് പറയുന്നത്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം 4 നിറങ്ങളുള്ള മഴ അലേർട്ടുകൾ നമുക്ക് പുറപ്പെടുവിക്കാറുണ്ട് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ വാർത്തകളിലൊക്കെ. ഇന്ന് പാലക്കാട് ഇന്ന കളർ അലേർട്ടാണ്, നീലയല്ല
മഞ്ഞ അലേർട്ടാണ് അല്ലെങ്കിൽ ഗ്രീൻ അലേർട്ടാണ്, അതുപോലെ കോഴിക്കോട് റെഡ് അലേർട്ടാണെന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം 4 നിറങ്ങളിലുള്ള അലേർട്ടുകളാണ് പുറപ്പെടുവിക്കുക. ഏതൊക്കെയാണ്? പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഇത് കാഠിന്യം അനുസരിച്ച് തന്നെയാണ്. പച്ച, അതിനുശേഷം മഞ്ഞ, പിന്നെ ഓറഞ്ച്, പിന്നെ ചുവപ്പ്. ഈ ഗ്രീൻ അലേർട്ട് എന്താണ്? ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് ഈ ഗ്രീൻ അലേർട്ട് പറയുന്നത്. യെല്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാവസ്ഥയെ കരുതലോടെ ശ്രദ്ധിക്കണം, എന്നാൽ ഭയപ്പെടേണ്ട. അതായത് കാലാവസ്ഥയെ ശ്രദ്ധിക്കണം, ഇത്തിരി ഗ്രീനിനേക്കാളും മുകളിലാണ്, എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഗ്രീനിനേക്കാളും മുകളിലാണ്, എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഓറഞ്ച് അലേർട്ട് എന്താണ്? അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് ഓറഞ്ച് അലേർട്ട്. മാറ്റി താമസിപ്പിക്കൽ ഉൾപ്പെടെയുള്ള സുരക്ഷാ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അതുപോലെ രക്ഷാസേനകളോട് തയ്യാറെടുക്കാനും പറയുക. അതുപോലെ ക്യാമ്പുകളിലേക്ക് തയ്യാറെടുക്കാനും നിർദ്ദേശിക്കുന്ന ഘട്ടമാണ് ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ റെഡ് അലേർട്ട് എന്തായിരിക്കും? അതിനേക്കാളും മേലെയാണ്. കർശന സുരക്ഷാ നടപടി സ്വീകരിക്കേണ്ട ഘട്ടമാണ് റെഡ് അലേർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഭൂപടങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയാം. നമ്മൾ ഭൂപ്രദേശങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ പഠിക്കുന്നതാണ് കോണ്ടൂർ രേഖകൾ. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖകളെയാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയല്ലാതെ രേഖകളാൽ ചിത്രീകരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയാം? ഫോം ലൈനുകൾ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക സ്ഥാനത്തിൻ്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങൾ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്നത്. സ്പോട്ട് ഹൈറ്റ്, ആ കറുത്ത ബിന്ദുവിനോട് ചേർന്ന് ഉയരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ രേഖപ്പെടുത്തുന്നതിനെയാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുക. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം സ്റ്റാർ ചിഹ്നത്തോടെ ഭൂപടങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുക. അതുപോലെ ബെഞ്ച് മാർക്ക് എന്തിനാണ് പറഞ്ഞാൽ ഈ ജലസംഭരണി, പ്രധാന കെട്ടിടങ്ങൾ എന്നിവയുടെ ഉയരം BM ബെഞ്ച് മാർക്ക് എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്നതിനെയാണ് ബെഞ്ച് മാർക്ക്. ജലസംഭരണിയും പ്രധാന കെട്ടിടങ്ങളുമാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. കോണ്ടൂർ രേഖകൾ എന്നാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖകളാണ് കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. ഇത് പോകുന്ന എല്ലാ സ്ഥലങ്ങളും ഒരേ ഉയരത്തിൽ തന്നെയുള്ളതായിരിക്കും. ഓരോ കോണ്ടൂർ രേഖയ്ക്കും എന്ത് ചെയ്യും? രേഖയോടൊപ്പവും സമുദ്രനിരപ്പിൽ നിന്നുള്ള അവയുടെ ഉയരം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിനെയാണ് കോണ്ടൂർ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്ത 2 കോണ്ടൂർ രേഖകളുടെ മൂല്യം വ്യത്യാസത്തെയാണ് കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത്. ധരാതലീയ ഭൂപടങ്ങളിൽ ചിത്രീകരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ നിന്ന് നമുക്ക് ഭൂപ്രദേശത്തിൻ്റെ ഉയരവും ചരിവിൻ്റെ സ്വഭാവവും ഭൂരൂപത്തിൻ്റെ ആകൃതിയും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പ്രത്യേകിച്ച് കുറച്ച് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസും കൂടി ഉള്ളതുകൊണ്ടാണ്. ഇത് നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.